ഇന്നത്തേത് ഒരു വൈകുന്നേരത്തെ വീഡിയോ ആണ്. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പല പല പണികളിലോട്ടായി. അമ്മച്ചനെ ഉണക്കാനിട്ട കാപ്പിയൊക്കെ എടുത്തു വെക്കുന്നത് അമ്മ മുറ്റത്ത് ചാണകം തളിക്കാൻ പോവാണ്. കാരണം രാത്രി തറവാട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട്. കുഞ്ചു ചൂലുമായിട്ട് എവിടെയോ അടിച്ചു വാരിയിട്ട് വരുന്നവരോ. അമ്മ പുറത്തൊരു പണിയിലായതുകൊണ്ട് അകത്തെ പണി മൊത്തം ഇനി ഞാൻ ചെയ്യണം. അപ്പൊ വീഡിയോ എടുത്തോണ്ട് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഫോണും ചാർജ് ചെയ്യാനിട്ട് ഞാൻ അങ്ങ് പോയി. എന്റെ പണിയൊക്കെ തീർത്ത് വന്ന് നോക്കുമ്പോഴേക്കും ഇവരൊക്കെ നെല്ല് കുത്തുമായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള മെഷീനിലിട്ടാണ് നെല്ല് കുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആ മെഷീൻ കേടായെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്താ ഇതും ഒരു പണിയായി. അങ്ങനെ 4 പേരുടെയും അതിസാഹസികമായ നെല്ല് കുത്തലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി വെക്കാനുള്ള ചോറിനുള്ള നെല്ലാണ് ഇപ്പൊ ഈ കുത്തുന്നത്. അങ്ങനെ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളെ ദൈവത്തെ കാണുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. പിള്ളേരുടെ ഒച്ചയും ബഹളവും കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴേക്കും കുറച്ച് പേര് ഇവിടെ ഫോണിൽ കളിക്കുന്നു, ബാക്കി കുറച്ച് പേര് ഓടി കളിക്കുന്നു. ആ ഓടി കളിക്കുന്നവരുടെ ഒച്ചപ്പാടാണ് കേട്ടത്. ചേട്ടന്മാരും അച്ഛന്മാരും അവിടെ ദൈവത്തെ കാണുന്ന പ്രിപ്പറേഷനിലാണെങ്കിൽ അമ്മമാരും അമ്മമ്മമാരും ഇവിടെ എന്തോ വലിയ ചർച്ചയിലാണ്. അതിന്റെ ഇടയിൽ മിന്നു എന്തിനാണോ വായും പൊളിച്ച് കിടക്കുന്നത്. ഇതാണ് എന്റെ അച്ഛമ്മ. ഇരുന്നിരുന്ന് വെറുതെ ഞാനും മിന്നും നേരെ ചോറ് എടുക്കാൻ പോയി. എല്ലാ പരിപാടിയിലും പോലെ വെല്ലടുക്കളയിലാണ് ഇന്ന് ഫുഡ് കൊടുക്കുന്നത്. ഇത്രയും ചോറിനുള്ള നെല്ലാണ് അവരിന്ന് കുത്തി അരിയാക്കി മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ അത് ചോറല്ലായിരുന്നു കേട്ടോ, കഞ്ഞിയായിരുന്നു. നല്ല കുത്തരി കഞ്ഞി. ഇതാണ് ഇവിടുത്തെ ചോട്ടാ പിള്ളേര്. എല്ലാരും ഒന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാരും കുറച്ച് നാണത്തോടും ചമ്മലോടൊക്കെയാണ് ഹായ് കാണിക്കുന്നെങ്കിലും ഒരാൾ മാത്രം തിന്നാനും സമ്മതിക്കില്ലേ എന്നുള്ള രീതിക്കായിരുന്നു ഹായ് കാണിക്കുന്നത്. ആ വലിയ കുട്ടിയുടെ പേരാണ് മുത്തുമണി. നല്ല പേര്. അതെല്ലാം കഴിഞ്ഞ് ഇവരൊക്കെ എന്നെ അന്വേഷിച്ച് ഞാൻ ഇരിക്കുന്നിടത്തോട്ട് വന്നു. മുഖം കണ്ടാലേ അറിയാം എല്ലാത്തിനും മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം. 2-3 തവണ കുത്തി ചോദിച്ചപ്പോഴാണ് നേരത്തെ എടുത്ത വീഡിയോ കാണിച്ചു തരുമോന്നും പറഞ്ഞാണ് വന്നത്. 10 മണിക്ക് പിന്നെ ഇതൊന്നും ഒരു ബാധകമേ അല്ല. ഇന്നെന്താണേലും ദൈവത്തെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.